നമ്മൾ സാധാരണ സിനിമകളിലും സീരിയലുകളിലും കഥകളിലൊക്കെ കാണുമ്പോഴും കഥകളിൽ വായിക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് വെള്ള സാരി ഉടുത്ത് പനങ്കൊല പോലത്തെ മുടി നീട്ടി വളർത്തി രക്തദാഹികളായ യക്ഷിമാർ പനികളിൽ നിന്നിറങ്ങുന്നു. അവർ വഴിയാത്രക്കാരടുത്ത് ചുണ്ണാമ്പ് ചോദിക്കുന്നു. ആ ചുണ്ണാമ്പ് ചോദിക്കുന്ന ആൾ കുറച്ച് കഴിയുമ്പോൾ അയാളുടെ പല്ലിനഖവും മാത്രം തറയിൽ കിടക്കുന്നു. യക്ഷി അലറി ചിരിക്കുന്നു, അലറി വിളിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ യക്ഷി എന്നൊരു സങ്കല്പം അമ്മദേവ ആരാധന അല്ലെങ്കിൽ മാതൃദേവ ആരാധനയിൽ അമ്മയായിട്ട് കാണുന്ന ഒരു പദ്ധതി നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിൽ സുലഭമാണ്. വടക്കൻ കേരളത്തിലെ നമ്മുടെ മുച്ചിലോട്ട് ഭഗവതി, കാടാങ്കോട്ട് മാക്കൻ തുടങ്ങിയുള്ള വനിതകളെ, ധീരമായ വനിതകളെ അവരുടെ മരണശേഷം ദേവതാ പദവി നൽകി ആരാധിക്കും പോലെ ഇങ്ങനെ തെക്കൻ തിരുവിതാംകൂറിൽ പല വിധത്തിലുള്ള വീരാങ്കനമായ ചെന്തമിഴ്നാട്ടിൻ്റെ വീര ആരാധനയ്ക്ക് പേര് കേട്ട ചെന്തമിഴ്നാട്ടിലെ ശ്രീരത്നങ്ങളെ ദേവീസങ്കല്പത്തിൽ അമ്മ ദേവതയായിട്ട് ആരാധിക്കുന്ന സമ്പ്രദായമാണ് യക്ഷി ആരാധനയ്ക്ക് അടിസ്ഥാനം. സാധാരണ തന്ത്രശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്ന യക്ഷി ആരാധനയിൽ നിന്നും ജൈനമതാനുബന്ധിയായിട്ടുള്ള യക്ഷി ആരാധന തികച്ചും വിഭിന്നമാണ് നമ്മുടെ തിരുവിതാംകൂറിൽ ആരാധിച്ചു വരുന്ന യക്ഷിമാരുടെ പിൽക്കാല ചരിത്രങ്ങൾ. ഇതിൽ പല വിധത്തിലുള്ള പല പേരുകളിലുള്ള യക്ഷിയമ്മമാരുടെ ആരാധനാലയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പഴകനെല്ലൂർ നീലി, പൊന്നരത്താൾ, പുരുഷാദേവി, സതി ചെമ്പകവല്ലി, സതി വടുവച്ചി തുടങ്ങിയുള്ള പല ദേവതമാരെ സ്ത്രീകളെ നമ്മൾ യക്ഷിയമ്മയായിട്ട് ആരാധിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പേരുകൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യത്തോടുകൂടി ആരാധിക്കുന്ന ഒരു യക്ഷിയമ്പലമാണ് മേലാങ്കോട് യക്ഷിയമ്മ അല്ലെങ്കിൽ മേലാങ്കോട്ട് അമ്മമാർ എന്നറിയപ്പെടുന്ന സതി ചെമ്പകവല്ലിയും നീലാപ്പിള്ള ഇശക്കിയും. ഈ ശക്തി എന്നതിൻ്റെ ഒരു പ്രാചീന രൂപമാണ് ഇശക്കി എന്ന് പറയപ്പെടുന്നത്. ശക്തി ആരാധന തന്നെയാണ്, അതായത് തികച്ചും അത് അമ്മദേവത്തിൻ്റെ ഒരു ആരാധന തന്നെയാണ് ഇതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇതിൽ നമ്മളിപ്പോൾ പ്രതിപാദിക്കുന്നത് മേലാങ്കോട്ടമ്മമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സതി ചെമ്പകവല്ലിയുടെയും നീലാപ്പിള്ള ഇശക്കിയുടെയും കഥയാണ്. ആരാണ് സതി ചെമ്പകവല്ലി? മേലാങ്കോട് ക്ഷേത്രത്തിലെ ചേച്ചി ക്ഷേത്രം എന്ന രീതിയിലാണ് നമ്മൾ പലർക്കും സതി ചെമ്പകവല്ലിയെ അറിയാവുന്നത്. സതി അനുഷ്ഠിച്ച സ്ത്രീയാണ് ചെമ്പകവല്ലി, അതുകൊണ്ടാണ് സതി ചെമ്പകവല്ലി എന്നവർക്ക് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ആരാണ് ചെമ്പകവല്ലി എന്ന് വീണ്ടും ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ചില കഥകളിൽ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ചില പാട്ടുകളിൽ പാടുമ്പോലെയോ ഒരു ചരിത്രമല്ല ചെമ്പകവല്ലിയുടേത്. ചെമ്പകവല്ലി എന്ന യക്ഷി ആരാധനയ്ക്ക് അതിന് ശരിയായൊരു പൂർവ്വ പശ്ചാത്തലം തന്നെയുണ്ട്. ഈ ചെമ്പകവല്ലിയുടെയും നീലാപ്പിള്ളയും ആരാധിക്കുന്ന സ്ഥലം നമ്മുടെ തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ തക്കലയ്ക്കടുത്തുള്ള കുമാരകോവിനടുത്തുള്ള മേലാങ്കോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ മേലാങ്കോട് ഈ ദേവതമാർ പലയിടത്തും പല കുടുംബങ്ങളുടെയും കുടുംബയക്ഷിയായിട്ടും അല്ലെങ്കിൽ കുലദേവതയായിട്ടുമെല്ലാം ആചരിച്ചു വരുന്ന ഒരു സമ്പ്രദായമുണ്ട്. അവിടെ എല്ലാം തന്നെ ഈ ദേവതമാരുടെ പേരിനേക്കാൾ ആ സ്ഥലപ്പേരിലാണ് ഇതറിയപ്പെടുന്നത്. മേലാങ്കോട്ടമ്മമാർ അല്ലെങ്കിൽ മേലാങ്കോട്ട് ക്ഷേത്രം എന്നാണ്. ഈ യഥാർത്ഥ മൂലസ്ഥാനം ഈ തക്കലയ്ക്കടുത്തുള്ള കുമാരകോവിനടുത്തുള്ള മേലാങ്കോടാണെങ്കിൽ തന്നെയും ഈ ദേവതമാരെ കുടിവെച്ച് ആരാധിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ മേലാങ്കോട് എന്ന പേരാണ് അറിയപ്പെട്ടിരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, തിരുവനന്തപുരത്ത് നിരവധി മേലാങ്കോട് ക്ഷേത്രങ്ങളുണ്ട്. നിരവധി നിരവധി മേലാങ്കോടുകൾ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സതി ചെമ്പകവല്ലി അമ്മാളുടെ ആരാധനയ്ക്ക് ആസ്പദമായ കഥയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ക്രിസ്തുവർഷം 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തും 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തുമാണ് ഈ കഥയ്ക്ക് ആസ്പദമായ സംഭവം നടക്കുന്ന സ്ഥലം തെക്കൻ തമിഴ്നാട്ടിലെ വള്ളിയൂരും നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ കൽക്കുളവുമാണ്. വള്ളിയൂർ എന്ന സ്ഥലത്ത് അനന്തകുട്ടി പട്ടർ എന്ന ഒരു തമിഴ് ബ്രാഹ്മണൻ വിവാഹം കഴിച്ചതാണ് ചെമ്പകവല്ലി എന്ന സ്ത്രീയെ. ഈ അനന്തകുട്ടി പട്ടൻ്റെ അന്ന് തമിഴ് ബ്രാഹ്മണനിൽ ഒരുപാട് ഉപജാതി വിഭാഗങ്ങളുണ്ടായിരുന്നു. ഇവർക്ക് ഓരോരോ തൊഴിലുകളും ഉണ്ടായിരുന്നു. അനന്തകുട്ടി പട്ടർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് വസ്ത്രവ്യാപാരമായിരുന്നു. അങ്ങനെ വസ്ത്രവ്യാപാരം ചെയ്ത് കാലം കഴിച്ച് അവർ അധികം ധനം സമ്പാദിച്ചു വരുന്ന കാലത്താണ് ഈ അനന്തകുട്ടി പട്ടർ ചെമ്പകവല്ലി അമ്മാളെ വിവാഹം കഴിക്കുന്നത്. തുടർന്ന് തോവാളയിൽ പരിസര പ്രദേശങ്ങളിലും വിദേശീയരുടെ ആക്രമണത്തെ ഭയന്ന് 72ഓളം വരുന്ന ബ്രാഹ്മണ കുടുംബാംഗങ്ങൾ അന്ന് തിരുവിതാംകൂട് രാജ്യത്തുള്ള കൽക്കുളത്തേക്ക് താമസം മാറുകയാണ് ഉണ്ടായത്. തിരുവിതാംകൂട് അന്ന് ഭരിച്ചിരുന്നത് രവിവർമ്മ കുലശേഖര പെരുമാളായിരുന്നു.
അദ്ദേഹം ഈ കുടുംബങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ഇവർ അവിടെ അരകങ്ങളെന്നാണ് പറയുന്നത്. ഇവരുടെ അഗ്രഹാരത്തിന് പൊതുവെ അരകങ്ങളെന്നാണ് പറയുന്നത്. ഇവർ അരകങ്ങളിൽ താമസവും തുടങ്ങി. അനന്തകുട്ടി പട്ടരും അദ്ദേഹത്തിൻ്റെ കൂട്ടാകാരും ചേർന്ന് കോട്ടാർ തുടങ്ങിയുള്ള സ്ഥലത്ത് പഞ്ഞിനൂൽ കൊണ്ടുവന്ന് അത് വസ്ത്രങ്ങളാക്കി അത് തിരുവനന്തപുരത്ത് വന്നുള്ള ചാലയിലും മറ്റ് കൊല്ലത്തും മറ്റ് കോട്ടയത്തുമുള്ള കമ്പോളങ്ങളിൽ എന്നിട്ട് അവർ കോഴിക്കോട് വരെയുള്ള അങ്ങാടികളിൽ അവർ കച്ചവടം ചെയ്ത് അവിടുന്ന് ചുക്ക്, കുരുമുളക് തുടങ്ങിയവ കോഴിക്കോട് നിന്ന് തുറമുഖത്തു നിന്ന് വാങ്ങിച്ച് തിരിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുകയാണ് ഇവരുടെ ഒരു പതിവ്. സ്വാഭാവികമായിട്ട് ഈ പഞ്ഞി വ്യാപാരമായിരുന്നതിനാൽ അനന്തകുട്ടിയെ പഞ്ഞിസ്വാമി എന്നാണ് വിളിച്ചു വരുന്നത്. അന്ന് അറിയാലോ, ഈ തമിഴ് ബ്രാഹ്മണർ പൊതുവെ സ്വാമി എന്ന് വിളിക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ ഇദ്ദേഹം പഞ്ഞിനൂലിൻ്റെ വ്യാപാരം ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ പഞ്ഞിസ്വാമി എന്നും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായ ചെമ്പകവല്ലിയെ പഞ്ചിയമ്മാൾ എന്നുമാണ് പൊതുവെ ആൾക്കാർ വിളിച്ചു വന്നിരുന്നത്. അങ്ങനെ ഇവർ വ്യാപാരത്തിനായി ഒരു ദിനത്തിൽ വ്യാപാരത്തിനായിട്ട് ഈ അനന്തകുട്ടിയും കൂട്ടുകാരും ചേർന്ന് കോഴിക്കോട് വരെ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് ഇവർ ഉദയനാപുരത്ത് ഒരു വഴിയമ്പലത്തിൽ തങ്ങിയാണ്. ആ വഴിയമ്പലത്തിൽ വെച്ച് ഒരു മഴ ഉള്ള ഒരു അതിഭയങ്കരമായ മഴയുള്ള ഒരു ദിവസം രാത്രിയിൽ ഇവർ കൊള്ളക്കാരുടെ ആക്രമണത്തിന് ഇരയാകുന്നു. ഈ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ ഈ കൊള്ളക്കാരാകട്ടെ അനന്തകുട്ടി പട്ടരെ കൊല്ലുകയും അദ്ദേഹത്തിൻ്റെയും കൂട്ടാളികളുടെയും കയ്യിലുള്ള ധനങ്ങളെല്ലാം അപഹരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇന്നത്തെ പോലെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന്മാരെല്ലാം വളരെയധികം സങ്കടപ്പെട്ടു. കാരണം കച്ചവടത്തിനായിട്ട് വന്നതാണ്. ആ കച്ചവട സംഘത്തിൻ്റെ തലവനാണ് അനന്തകുട്ടിയെ കൊല്ലുകയും അദ്ദേഹത്തിൻ്റെ പക്കലുള്ള ധനമെല്ലാം അപഹരിച്ചുകൊണ്ട് കൊള്ളക്കാർ പോവുകയും ചെയ്തു. ഇന്നത്തെ പോലുള്ള യാത്രാ മാർഗങ്ങളോ മറ്റും ഇല്ലായിരുന്ന കാലത്ത് എങ്ങനെയാണ് അവർക്ക് ആ മൃതദേഹം തങ്ങളുടെ നാടായ കൽക്കുളത്തേക്ക് എത്തിക്കുവാൻ സാധിക്കാറില്ല. തുടർന്ന് ഈ അനന്തകുട്ടിയുടെ മൃതദേഹം അവിടെ തന്നെ ദഹിപ്പിക്കുകയും ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് വിശ്വാസം വരുത്താനായി അദ്ദേഹത്തിൻ്റെ അണിവിരൽ മുറിച്ചുകൊണ്ട് ആ കൂട്ടുള്ളവർ തിരികെ വീടുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. കൊണ്ടുവരുന്ന ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് മരണം നടക്കുന്ന ആ സമയത്ത് തന്നെ ചെമ്പകവല്ലിയമ്മാൾ ഇവിടെ ദുസ്വപ്നം കാണുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. കൂട്ടാളികളെല്ലാം തിരിച്ചു എത്തിയപ്പോൾ തൻ്റെ ഭർത്താവിനെ കാണാത്ത ഒരു വ്യാകുലയായ ചെമ്പകവല്ലിയമ്മാളെ ആ കച്ചവട സംഘം കാണിച്ചത് അദ്ദേഹത്തിൻ്റെ ആ വിരൽ മാത്രമാണ്. തുടർന്ന് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ അതീവ ദുഃഖിതയായ ചെമ്പകവല്ലിയമ്മാൾ അന്ന് തിരുവിതാംകൂർ ഭരിച്ച രവിവർമ്മൻ കുലശേഖര പെരുമാളെടുത്ത് തനിക്ക് സതി അനുഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ബ്രാഹ്മണ സമുദായത്തിൽ ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീയുടെ തുടർന്നുള്ള ജീവിതം വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. എങ്കിൽ തന്നെയും തൻ്റെ പ്രേമഭാജനമായ ഭർത്താവില്ലാത്ത നാട്ടിൽ ഇനി തനിക്ക് കഴിയണ്ട എന്ന് വിചാരിച്ച ചെമ്പകവല്ലിയമ്മാളാകട്ടെ തൻ്റെ ഭർത്താവിനൊപ്പം തന്നെ ഭർത്താവിൻ്റെ മൃതദേഹമില്ലാത്ത സ്ഥിതിക്ക് തൻ്റെ ഭർത്താവിനെ സംബന്ധിച്ച് ഒരു ചിത കൂട്ടി അതിൽ സതി അനുഷ്ഠിക്കാനാണ് രാജാവിനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ അന്ന് തിരുവിതാംകൂർ എന്ന രാജ്യത്ത് സതി എന്നൊരു ആചാരമില്ലായിരുന്നു. രാജാവ് പലവിധ കാര്യങ്ങൾ പറഞ്ഞ് ചെമ്പകവല്ലിയമ്മാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ശ്രമിച്ചത്. അവർക്ക് വേണ്ടുന്ന ധനങ്ങൾ നൽകാം, ആഭരണങ്ങൾ നൽകാം, വസ്തുവകളെല്ലാം നൽകാമെന്ന് പറഞ്ഞു. ചെമ്പകവല്ലിയമ്മാൾ എന്ത് ചെയ്തു? തന്നോട് ശബ്ദത്തിൽ നിന്ന് ഒരു പടി പോലും മുന്നോട്ട് മാറാനായിട്ട് തയ്യാറായില്ല. ഒടുവിൽ ആ പതിവ്രത രക്തത്തിൻ്റെ നിർബന്ധ ബുദ്ധിക്ക് രാജാവിന് സമ്മതം നൽകേണ്ടി വന്നു. ഇന്നത്തെ തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ പുലിയൂർക്കുറിച്ചിക്ക് സമീപത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് ചെമ്പകവല്ലിയമ്മാൾ സതി അനുഷ്ഠിക്കുന്നത്. രാജാവും പരിവാരങ്ങളുടെയും സാക്ഷിയാക്കി ചന്ദനമുട്ടികളും വിറകുകളും എല്ലാം കൂട്ടിയ ചിതയിൽ അവർ സ്വയം ആത്മാഹൂതി നടത്തുകയാണ് ഉണ്ടായത്. ആ പതിവ്രത രത്നത്തിൻ്റെ സ്മരണ നിലനിർത്തി രാജാവ് ആദ്യമായി ഉദയഗിരി കോട്ടയുടെ സമീപത്ത് തന്നെ ഇവർക്കൊരു അമ്പലം കെട്ടി ആരാധിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ചും ദുർമരണപ്പെട്ട് പോയി അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ സതിയനുഷ്ഠിച്ച ആ സ്ത്രീരത്നം ദേവതാപദവി നേടുകയാണ് ചെയ്യുകയുണ്ടായത്. സതിയനുഷ്ഠിച്ച ചെമ്പകവല്ലിയമ്മാൾ ആരാധ്യ കഥാപാത്രമാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ വീരചരമം പ്രാപിച്ച ഈ സ്ത്രീരത്നം വിശ്വാസമനുസരിച്ച് ഇവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ മുമ്പിൽ ചെല്ലുകയും ഭഗവാനിൽ നിന്ന് വരങ്ങൾ വാങ്ങിയിട്ട് ഇവർ തിരികെ ഭൂമിയിൽ വരികയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് ആ വീരാംഗന തന്നെ ഭജിക്കുന്നവർക്ക് അല്ലെങ്കിൽ തന്നെ ആശ്രയിക്കുന്നവർക്ക് എല്ലാവിധ വരങ്ങളും നൽകി
അവരുടെ എല്ലാവിധ ദുഃഖങ്ങളും മാറ്റി ഒരു മാതൃദേവാരാധന, ഒരു അമ്മദൈവത്തിൻ്റെ പദവിയിൽ കുടികൊള്ളുന്നു എന്നതിനാസ്പദമാക്കിയാണ് ഈ നമ്മുടെ ഈ തെക്കൻ തിരുവിതാംകൂറിലെ യക്ഷിയമ്മമാരുടെ ആരാധനകളിലെല്ലാം തന്നെ അടിസ്ഥാനം. അതനുസരിച്ച് തന്നെയാണ് ചെമ്പകവല്ലി അമ്മാളെയും നമ്മൾ മേലാങ്കോട് അമ്മ അല്ലെങ്കിൽ മേലാങ്കോട് ചെമ്പകവല്ലി അമ്മാളായിട്ട് നമ്മൾ ആരാധിച്ചു വരുന്നത്. തുടർന്ന് തക്കലയുള്ള കാലകാല ശിവൻ്റെ കോവിലിനുള്ളിൽ, അതായത് തക്കലയ്ക്ക് മേലാങ്കോട് ശിവക്ഷേത്രത്തിന് സമീപത്ത് ശിവാലയോട്ടം നടക്കുമ്പോൾ 8ാമത്തെ ശിവക്ഷേത്രമാണ് മേലാങ്കോടുള്ള ശിവക്ഷേത്രം. ആ ശിവക്ഷേത്രത്തിന് തൊട്ട് സമീപത്ത് തന്നെ ചെമ്പകവല്ലി അമ്മാൾക്ക് ഒരു ആലയം നിർമ്മിച്ച് ഒരു കോവിൽ കെട്ടി അവിടെ കുടിയിരുത്തുകയാണ് ചെയ്തത്. അതാണ് മേലാങ്കോട് യക്ഷിയിൽ ചേച്ചി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി എന്നറിയപ്പെടുന്ന ചെമ്പകവല്ലി അമ്മാളുടെ ആരാധനാലയം. ഇന്നും വർഷത്തിലൊരിക്കൽ ചെമ്പകവല്ലി അമ്മാളുടെ കുടുംബത്തിൽപ്പെട്ടവർ മേലാങ്കോട് എത്തുകയും ചെമ്പകവല്ലി അമ്മാളിന് വേണ്ടുന്ന പൂജാതി കാര്യങ്ങളെല്ലാം ചെയ്തു വരികയും ചെയ്യുന്നുണ്ട്. ഈ ചെമ്പകവല്ലി അമ്മാളുടെ ആരാധനാലയത്തിന് സമീപത്ത് തന്നെയാണ് നാഞ്ചിനാട്ടിലെ മറ്റൊരു വീരാരാധനയുടെ പകർപ്പായ സതി വടുവച്ചിയെയും സതി വടുവച്ചിയമ്മയുടെ പ്രേമഭാജനമായിരുന്ന കുലശേഖര തമ്പുരാൻ്റെ ആരാധനാലയവും ഉള്ളത്.